രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. അതായത് പഠനവും തൊഴിലും കൂടെയാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇവിടെയൊക്കെ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്ക് മാത്രമേ പെൻഷൻ ഉള്ളൂ. അവിടെ ഒരു നല്ല പെൻഷൻ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി വാർദ്ധക്യത്തിൽ വരുമ്പോഴത്തേനുണ്ടാവുന്നത്. ആ സോഷ്യൽ സെക്യൂരിറ്റി ആണ് കൂടുതലും പേരും ഞാൻ പല യുവാക്കളോടും ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞാൽ അത് കിട്ടും. ഇവിടെ ക്ഷേമ പെൻഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പോയ ഒരുപാട് ആൾക്കാർക്കും തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. അവിടെ ജനിച്ച പിള്ളേരെ വിട്ടേക്കാം, അവർ ആ തണുപ്പ് ഇല്ല, അവരാ തണുപ്പ് അങ്ങ് രസിച്ചു. പക്ഷെ ഈ പോയവരെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഗെയിൻ ആകാൻ ഈ രാജ്യം ഒരുങ്ങണം. തൊടുപുഴയുള്ള ഒരു കൊച്ചു നാസ ജോലി ചെയ്യുന്നത് എനിക്കറിയാം. ഐസ്ലൻഡിലെ ഗവേഷണ കേന്ദ്രത്തിൽ മൂവാറ്റുമുള്ള ഒരു കൊച്ചുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് ഈ രാജ്യം കണ്ടു ഇവിടെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും? എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായുള്ള സാഹചര്യം നാട്ടിൽ ഇല്ലാത്ത കൊണ്ടാണ് അവർ വരുന്നത്. യുവാക്കൾ, ഞാനുള്ള കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഈ ബ്രെയിൻ ഡ്രെയിനിനെ പോലെ തന്നെ അല്ലല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ അതിൽ പ്രത്യേകം ചർച്ചയും വെക്കണം. ഈ മുമ്പ് മുതലാളിത്തം ഓരോ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഡ്രെയിൻ ചെയ്യായിരുന്നെങ്കിൽ ഇപ്പം റോട്ട് ചെയ്യാണ്, ബ്രെയിൻ റോട്ട്. ആ വാക്ക് ഇപ്പൊ ഡിക്ഷണറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ടെക്നോളജിയുടെയും AI-യുടെയും സ്ക്രീനിന്റെയും എല്ലാം സാധ്യതകൾ വെച്ചിട്ട് ഈ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാക്കിയിട്ട് ഈ തലമുറയുടെ മസ്തിഷ്കം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ നമ്മുടെ രാജ്യത്തിന് അവശേഷിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും എത്രത്തോളം കരിയറിലും അക്കാഡമിക്സിലും ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയം പോലും ഉണ്ടാവുകയാണ്. അപ്പം ബ്രെയിൻ റോട്ടിലേക്ക് പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. ബ്രെയിൻ നിർത്താൻ പറ്റിയ AI-യുടെ അഡിക്ഷൻ വരും. ഇതെങ്ങനെ നിർത്തുന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം നടത്തേണ്ടത്. നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. AI-യുടെ അഡിക്ഷൻ പാടില്ല, പിള്ളേർ കമ്പ്യൂട്ടർ കാണാൻ പാടില്ല, മൊബൈൽ കേൾക്കാൻ പാടില്ല, ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതെങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുറം രാജ്യത്ത് ഭയങ്കര നല്ല ജീവിത സാഹചര്യമാണ്. അതാണ് അങ്ങനെ അവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള അത്രയുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു സ്ഥലത്തും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള പാരന്റ്സും ഈ ജെൻസിപ്പെട്ട ആൾക്കാരും അത് മനസ്സിലാക്കാണ്ട് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പിള്ളേരെ ഇപ്പൊ അവര് ജർമ്മനിയിൽ പോയെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിവിടാനാണ് നോക്കണത്. അല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിന് ഒരു കുട്ടിക്ക് ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല നമ്മുടെ ഈ സമൂഹത്തില്. ഇപ്പൊ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ബ്രെയിൻ ഡ്രെയിൻ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം ചിന്തിക്കാൻ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന കാര്യം. ചർച്ചയ്ക്ക് ആദ്യം ടൈറ്റിൽ ഇടത്തില്ല, അവസാനം വരുമ്പോൾ ടൈറ്റിൽ. അതാ നല്ലത്. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ വേക്കൻസി ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇവിടെ ശമ്പളമില്ല. ഇവിടെ ഇപ്പൊ ബിടെക്കോ അല്ലെങ്കിൽ മെഡിസിൻ കഴിഞ്ഞ ഇറങ്ങുന്ന ആൾക്ക് അതിന് അവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല ശമ്പളം കിട്ടുന്നില്ല. പുറത്തു പോവാണെങ്കിൽ അവർക്ക് നല്ല ലക്ഷങ്ങൾ ശമ്പളമുണ്ട്. ആകെ തുച്ഛമായ 10,000 1000 കിട്ടുന്നുള്ളൂ. അതാണ് മെയിൻ കാര്യം. പിന്നെ അതുപോലെ സമൂഹത്തിന്റെ ഒരു ഫോഴ്സിങ് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലേ, പുറത്തേക്ക് പോകുന്നില്ല, ഇതല്ലേ ചോദിക്കുന്നത്. അല്ലാതെ ഇവിടെ നല്ല ജോലി ഉണ്ടോ, നിൽക്കുന്നുണ്ടോ, തള്ളിവിടും എല്ലാവരും. ജോലി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.